MS പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്നു ലൈൻ ബസ്. മുട്ടത്തുവർക്കിയുടെ രചനയും SL പുരത്തിന്റെ തിരക്കഥയും ഈ സിനിമയുടെ കരുത്താണ്. ഗാനങ്ങൾ വയലാർ, സംഗീതം ദേവരാജൻ, ഛായാഗ്രഹണം നമസ്, സംവിധാനം KS സേതുമാധവൻ. സാമ്പാർ പൊടി തേങ്ങാക്കൊല ഇവന്മാർ ചെവി തല കേൾപ്പിക്കത്തില്ല. എന്താ കാര്യം? എന്റെ ചാക്ക കള്ളം പിടിച്ചു കുറച്ചോണ്ട് പോന്നു. അയ്യോ, അവൻ കള്ളനല്ല, അവൻ ചാക്കും ചുമന്നുകൊണ്ട് അമ്മാവനോട് വരാൻ തുടങ്ങിയതാ. പോടെ ഇപ്പോ ചുമക്കാനോ? ഇത്രയും നേരം എന്റെ കഷ്ടത്തിരുന്ന കാലിച്ചാക്കി പിന്നെ അതാ ചുമന്നത്. അപ്പോടാ വേറെ വല്ല ചുമട്ടുണ്ടോ നോക്കിപ്പോ. എടി മോളെ, എങ്ങോട്ടാ പോകേണ്ടത്? ഒത്തിരി റോഡുണ്ടല്ലോ. നമുക്ക് ആരോടെങ്കിലും ചോദിക്കാച്ചാ. ഇപ്പൊ ആരോട് ചോദിക്കാനാ മോളെ? അമ്മാച്ചോ, അമ്മാച്ചനും മോളും കൂടി എങ്ങോട്ടാ? ഞങ്ങൾക്ക് കോളേജിൽ ചേരണം, വഴി അറിയത്തില്ല. അമ്മാച്ചോ, അമ്മാച്ചനും കോളേജിൽ ചേരാനാന്നോ? നീ പോടാ കൊച്ചിനെ, എനിക്ക് നിന്റെ തന്തയുടെ പ്രായമുണ്ടല്ലോടാ. നിന്റെ തന്ത ഇപ്പോഴും കോളേജിലാണോ പഠിക്കുന്നേ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. നിനക്ക് ഊയാക്കാൻ കൂടെ പോകുന്നപ്പോഴേ കണ്ടുള്ളൂ. അല്ലേടാ? എന്താ ഇവിടെ അമ്മാവൻ ബസ് സ്റ്റാൻഡിലുള്ള എല്ലാവരും കൂടെ വന്നിരിക്കുക? അല്ല കുഞ്ഞെ, ഇവരെ ഊയാക്കാൻ വന്നിരിക്കുന്നു. ഗോപി സാർ ഇപ്പം വന്നത് നിങ്ങളുടെ ഭാഗ്യം. സരസമ്മയെ BA ക്ലാസ്സിൽ ചേർക്കാൻ പോകുമ്പോഴാണ് അവളെയും അച്ഛനെയും ബസ് കണ്ടക്ടറായ ഗോപി പരിചയപ്പെട്ടത്. അങ്ങനെ സരസമ്മയും ഗോപിയും നല്ല കൂട്ടുകാരായി. അവൾ സ്ഥിരമായി കോളേജിലേക്ക് പോയി വന്നത് ഗോപിയുടെ ബസ്സിലായിരുന്നു. ഗോപിയേട്ടനൊന്ന് അങ്ങോട്ട് വരാമോ? പിന്നെന്താ? ഗോപിയേട്ടനോട് അച്ഛനൊന്ന് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്താ വിശേഷമല്ലോ? അതൊന്നും എനിക്കറിയില്ല. അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടാവും. എന്ന് വരണമെന്നാ? ഇന്ന് വന്നൂടെ? ഇന്നോ? വൈകുന്നേരം വന്നാ മതിയോ? മറക്കരുത് കേട്ടോ. അങ്ങനെ ഒരു മറുപടിയുണ്ടോ? ഗോപിയേട്ടാ, എന്താ കമലമ്മേ? ഞാൻ തന്നെ കത്തിന് മറുപടി തന്നില്ലല്ലോ. ദിവസം രണ്ടു നേരം കാണുന്ന നമ്മൾ തമ്മിലെ ഈ എഴുത്തിടപാട് നടത്തിയിട്ട് വല്ല ആവശ്യമുണ്ടോ? ഒരു ലോറി ഡ്രൈവറുടെ മകളാണെങ്കിലും എനിക്കും സ്നേഹിക്കാനൊക്കെ അറിയും ഗോപിയേട്ടാ. അതെന്താ കമലമ്മേ അങ്ങനെ പറഞ്ഞേ? നമ്മൾ തമ്മിൽ ലോറി ഒന്നും ലൈൻ ബസ് എന്നുള്ള വ്യത്യാസം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അല്ല, പറഞ്ഞല്ലേ ഇവിടെ. കമലമ്മ കോളേജിൽ പൊയ്ക്കോളൂ. ഒരു കാര്യം കൂടി ഗോപിയേട്ടനെ അറിയിക്കാനുണ്ട്. എന്താ? അച്ഛൻ പറയുന്നത് ഞാൻ ഇനി കോളേജിൽ പോകരുതെന്നാണ്. കാരണം? കല്യാണാലോചനയുമായി ആരൊക്കെയോ വരുന്നുണ്ടത്രേ. ഓഹോ. ഗോപിയേട്ടൻ വീട്ടിൽ വന്ന് അച്ഛനോട് ഇതിനെ കുറിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ അച്ഛൻ വേറെ വിവാഹം നിശ്ചയിച്ചാൽ ഞാൻ മരിച്ചു കളയും. ഉടനെ മരിക്കണോ കമലമ്മേ? സമാധാനമില്ലാത്ത കാര്യമുണ്ടോ? നമുക്ക് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. കമലമ്മ കോളേജിൽ പൊയ്ക്കോളൂ. അവളെ ഒരു പരിഷ്കാരി പെണ്ണാക്കുന്നതിനു വേണ്ടി പലപ്പോഴും അവളുടെ അച്ഛനോട് ഗോപി അഭിപ്രായം പറഞ്ഞു. കോളേജിലെ ശ്രദ്ധാകേന്ദ്രമായി മാറി സരസമ്മ. ഒരു ദിവസം കോളേജിലേക്ക് അവളുടെ ഗാനം സദസ്സിനെ കുളിരണിയിച്ചു. പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ അവർക്ക് ബസ് കിട്ടിയില്ല. ഗോപി അവളെ സഹായിച്ചു. അവരിരുവരും തങ്ങളുടെ പ്രണയം പരസ്പരം പറഞ്ഞു. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ വളരെ വൈകിപ്പോയി. അതുകൊണ്ടൊരു കൂട്ടുകാരുടെ വീട്ടിൽ പോയി താമസിച്ചു എന്ന് പറയുന്നു. നമ്മൾ രണ്ടുപേരും TB താമസിച്ചു എന്ന് വല്ലവരും അറിഞ്ഞാൽ? ആവശ്യമില്ലാതെ ഭയപ്പെടുന്നതിന്. അല്ലെങ്കിൽ തന്നെ എല്ലായിടത്തും വിളിച്ചു പറഞ്ഞിട്ടാണ് നമ്മൾ പോയി താമസിക്കാൻ പോകുന്നത്. ഞാൻ പാവമാണ് ചേട്ടാ. അതുകൊണ്ട്
ചേട്ടൻ എന്നെ ചതിക്കുമോ? അപ്പോ ഈ രാത്രി ഞാൻ കാത്തു നിന്ന് സരസമ്മയെ ചതിക്കാനാണെന്നാണ് സരസമ്മ ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? ഞാൻ ചേട്ടനോട് ഒരുമിച്ച് വന്നാൽ ചേട്ടൻ എന്നെ ഉപേക്ഷിക്കുമോ? അത് കൊള്ളാം. ആരെങ്കിലും ഉപേക്ഷിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോകുമോ? എങ്കിൽ ഞാൻ വരാം. സരസമ്മയുടെ വീട്ടിലേക്കല്ലേ? അല്ല, ചേട്ടൻ പറഞ്ഞെടുത്ത്. ടി വിയിലേക്കോ? എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാര്യം? ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ വരാതിരുന്നാൽ ചേട്ടന് വിഷമം തോന്നില്ലേ? എനിക്കൊരു വിഷമവുമില്ല. എനിക്ക് വിഷമമുണ്ട്. പിന്നെ ഇനി ആലോചിക്കാനൊന്നുമില്ലല്ലോ. അവസാനം എന്നെ കൈവിട്ടുകളയില്ലേ ചേട്ടാ? അപ്പോ സമ്മതിച്ചു? സമ്മതിച്ചു. എന്നാലേ പൊന്നുമോള് വീട്ടിൽ പോയി അമ്മയുടെ അടുത്ത് കിടന്ന് ഉറങ്ങിയാ മതി. കാപ്പു കുടിക്ക്, വേഗം ടാക്സി പിടിച്ചു പോവാം. BA കഴിഞ്ഞ് കല്യാണം ആകാമെന്നായിരുന്നു ഗോപിയുടെ ആഗ്രഹം. പക്ഷേ അവളുടെ കോളേജിലെ ചന്ദ്രസേനൻ എന്ന കുബേരകുമാരൻ സരസമ്മയെ നോട്ടമിട്ടു. അയാൾ സരസമ്മയ്ക്ക് കൊടുത്ത ഒരു പ്രണയലേഖനം ഗോപി ബസിൽ നിന്നും കണ്ടെടുത്തു. ഗോപി അത് അവളുടെ പ്രിൻസിപ്പലിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതോടെ ചന്ദ്രസേനൻ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടു. എന്നിട്ടും സരസമ്മയെ പിന്തുടർന്ന ചന്ദ്രസേനനുമായി ഗോപി ഏറ്റുമുട്ടി. ഇത് നിങ്ങളുടെ കത്താണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെ. ഇതുപോലെ നിരവധി കുറ്റങ്ങൾക്ക് നിങ്ങളെ ഞാൻ പലതവണ താക്കീത് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളെ ഈ കോളേജിൽ പഠിപ്പിക്കാൻ പറ്റില്ല. യു ആർ ഡിസ്മിസ്ഡ്. ഈ പ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കണം സാർ. ഒരു മാപ്പ് തരണം സാർ. ഇത്തരം വാചകങ്ങൾ നിങ്ങൾ പല പ്രാവശ്യം പറയാറുള്ളതാണ്. ഇനി ഞാനത് വിശ്വസിക്കാൻ നിശ്ചയിച്ചിട്ടില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി എന്റെ ഭാവി തകർക്കരുത് സാർ. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. എന്നോട് ക്ഷമിക്കണം സാർ. നിങ്ങൾ ആരും ഈ കോളേജിൽ പഠിക്കാനല്ല വരുന്നത്. നിങ്ങളെപ്പോലുള്ളവരെ പഠിപ്പിക്കുന്നത് ഈ കോളേജിന് അപമാനവുമാണ്. പ്ലീസ് ഗെറ്റ് ഔട്ട് സാർ. ഐ സേ ഗെറ്റ് ഔട്ട്. ഈ വിധത്തിലൊരു കത്ത് ആരെങ്കിലും തന്നാൽ ഉടനെ അത് രക്ഷകർത്താ ഗോപിയും. പട്ടാളത്തിലുള്ള സരസമ്മയുടെ ചേട്ടൻ ഇതിനിടെ മരിച്ചു. ചന്ദ്രസേനനുമായുള്ള ഏറ്റുമുട്ടലിന്റെ പേരിൽ ഗോപിയുടെ ബസ്സിലെ പണി പോയി. ചന്ദ്രസേനൻ ആരുടെ മകനാണെന്നറിയാമോ? ആരുടെ മകനായാലും എനിക്കൊന്നുമില്ല. ധിക്കാരം പറയരുത്. ചന്ദ്രസേനൻ ഒരു ജഡ്ജിന്റെ മകനാണ്. അതിലുപരി എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ അനന്തരവനുമാണ്. ശരീരം വേദനിക്കുമ്പോ ഈ ബന്ധങ്ങളൊക്കെ ഞാൻ ഓർക്കണമെന്നാണോ മുതലാളി പറയുന്നത്? വേണ്ട, ഗോപി ഓർക്കണമെന്നില്ല. പക്ഷെ എനിക്ക് ഓർക്കാതിരിക്കാനൊക്കില്ല. ഈ കേസ് സംബന്ധിച്ച് ഗോപിയെ വേണമെങ്കിൽ എനിക്ക് ഡിസ്മിസ് ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ഗോപിയെ തൽക്കാലം 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വേണ്ട, എന്നെ ഡിസ്മിസ് ചെയ്തേക്കണം. കാരണം ഇത് സംബന്ധിച്ച് ഇനിയും വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അന്നൊക്കെ എന്നെ സസ്പെൻഡ് ചെയ്യാൻ നിന്നാൽ പിന്നെ സസ്പെൻഡ് ചെയ്യാനേ സമയം കാണുള്ളൂ. അതുകൊണ്ട് ഡിസ്മിസ് ചെയ്തേക്കണം. ഗോപിയെ ഡിസ്മിസ് ചെയ്യണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. ചന്ദ്രസേനന്റെ അച്ഛനും അമ്മാവനും എനിക്ക് ഫോൺ ചെയ്തു. അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം 3 മാസത്തേക്ക് ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വല്ലവരുടെയും തൃപ്തിക്ക് വേണ്ടി ശിക്ഷ അനുഭവിക്കാനും അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യാനും എന്നെ കൊണ്ടാവില്ല. അന്തസ്വാഭിമാനമൊക്കെ എനിക്കുണ്ട്. എന്നെ ഡിസ്മിസ് ചെയ്തേക്കണം. ഏതായാലും ഞാൻ നാളെ തൊട്ട് ജോലിക്ക് വരുന്നില്ല. അങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഗോപി കണക്ക് തീർത്ത് എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ. പക്ഷേ ഒരിക്കലും ചന്ദ്രസേനന് അവളെ മറക്കാൻ കഴിഞ്ഞില്ല. സരസമ്മയുടെ വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു. ദൈവത്തെ വിചാരിച്ച് എനിക്ക് ഒരു ദിവസത്തെ അവധി കൂടെ തരണം. ശരി, ഒരവധി കൂടി തന്നെന്ന് വെച്ചു. ഞാൻ തരികയില കേട്ടാ. പക്ഷേ എന്നാലും തന്നെന്ന് വെച്ചു. ആ അവധിക്ക് കൂടൻ എവിടെ നിന്ന് പണം ഉണ്ടാക്കും? ഞാൻ എവിടുന്നേലും പണം കൊണ്ടുവരാം. എവിടുന്നേലും എന്ന് പറഞ്ഞാൽ എവിടെ നിന്നുണ്ടാക്കും? മോട്ടിക്കാൻ പോകും. മോട്ടിച്ച പണം എനിക്ക് വേണ്ട. നിന്നെ കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയരുത് പറയൂസേ. ഒന്നുമില്ലാലും നമ്മൾ ഒരു നാട്ടുകാരില്ലയോ? ഇനി താൻ കുറെ കഴിയുമ്പോൾ പറയും നമ്മ രണ്ടുപേരും ഒരു ജാതിക്കാരില്ലേന്ന്. അപ്പൊ നടപ്പുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ രണ്ടുപേരും പഴയ പരിചയക്കാരല്ലേ? അതൊന്നും കൂടനെ എന്നെ ശരിക്കും അറിയാമല്ലോ. അറിയാം. ഞാൻ ഈ ചിട്ടി കൊണ്ട് ഒത്തിരി പണം ഉണ്ടാക്കിയവനും ഒത്തിരി പണം കളഞ്ഞവനുമാണെന്ന് അറിയാലോ. അറിയാം. ഞാൻ ഈ ചിട്ടി ഇനിയും നടത്തേണ്ടവനാണെന്നും അറിയാമല്ലോ. അറിയാം.
നടപ്പുള്ള കാര്യം വല്ലോണ്ടേ പറ, അവധി മാത്രം പറയണ്ട. ഇപ്പോ ഞാൻ ഈ പശുവിനെയും പശുക്കുട്ടിയും കൊണ്ടുപോവുകയാണ്. നിങ്ങളെല്ലാവരും കൂടെ അടക്കം സന്തോഷത്തോടു കൂടി യാത്രയായി. എന്ന് 300 രൂപ കൊണ്ടുവരുന്നു, ഈ പശുവിനെയും ഈ പശുക്കുട്ടിയെയും, പശുക്കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാം. പൗലോസേ, ഈ പശുവായിട്ട് നടക്കും. അവൾ പഠിപ്പ് നിർത്തി. പിന്നെ അവൾക്ക് ഒരു ജോലി കിട്ടി. അത് ചന്ദ്രസേനന്റെ സ്ഥാപനമായിരുന്നു. സ്ത്രീലമ്പടനായ അയാളെ സരസമ്മയ്ക്ക് സംശയമുണ്ടായിരുന്നു. അയാളുമൊത്ത് അവൾക്ക് ഒരിക്കൽ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വന്നു. അറിയാവുന്ന ജോലി വീട്ടുജോലിയാണ്. ഞങ്ങളും അതേപോലെയാണ്. പക്ഷേ നമുക്ക് ട്രെയിനിങ് തന്നിട്ട് ഇവിടെ സെയിൽസ് തുടങ്ങും. അതിനുവേണ്ടി ഒരാഴ്ച തിരുവനന്തപുരത്ത് പോയി താമസിക്കേണ്ടി വരുമെന്ന് പറയുന്നത് കേട്ടു. തിരുവനന്തപുരത്തോ? സരസമ്മയോട് പറഞ്ഞല്ലേ? ഞങ്ങൾ ഇന്നലെ ജോലി നിയമിക്കുമ്പോൾ തന്നെ പറഞ്ഞല്ലോ. എന്നോടൊന്നും പറഞ്ഞില്ല. എങ്കിൽ പറയുമായിരിക്കും. എന്നെ വീട്ടിൽ നിന്ന് വിടില്ലെന്നാ തോന്നുന്നത്. എന്നെയും വിടില്ലെന്ന് തോന്നുന്നു. എന്ന് വെച്ച് ട്രെയിനിങ്ങിൽ ആ ജോലി ചെയ്യാൻ ഒക്കുമോ? ജോലി ചെയ്തില്ലെങ്കിൽ ശമ്പളം കിട്ടുമോ? ആ, അത് ശരിയാണ്. അങ്ങനെ വരുമ്പോൾ ജോലി വേണമെങ്കിൽ വീട്ടുകാരുടെ അനുവാദം വാങ്ങണം. അല്ലെങ്കിൽ ജോലി ഉപേക്ഷിക്കുകയേ നിവൃത്തിയുള്ളൂ. എടി, അതിനിപ്പോ കച്ചവടം പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരം വരെ പോണോന്ന്. വിവരദോഷം പറയാതെ ഈ പങ്കി, ഇത് മീൻ കച്ചവടമൊന്നുമല്ല. ചേട്ടാ, ഇത് പഠിക്കാനുള്ള സൗകര്യം തിരുവനന്തപുരത്തെ ഉള്ളൂ നമ്മൾ പറഞ്ഞത് കേട്ടില്ലയോ? മോളെ, ഇതിനെപ്പറ്റി ചന്ദ്രസേന സാർ വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ചിലപ്പോ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? പറയാ, നീ മോള് പോണം. അങ്ങനെയാണെങ്കിൽ അച്ഛനെ കൂടെ കൊണ്ടുപോകണമെന്ന് പറയണം മോളെ. പിന്നെ അച്ഛനും കൊച്ചച്ഛനും എല്ലാം ഇവിടുന്ന് പറഞ്ഞു വെച്ചിട്ട് നിനക്ക് വല്ലതും വേണം? എനിക്കൊന്നും വേണ്ടിയിട്ടല്ല മനുഷ്യ. പ്രായമായ പെങ്കൊച്ചിനെ ഒറ്റയ്ക്ക് വിടുന്ന കാര്യത്തെ പറ്റിയിട്ടാ ഞാൻ പറഞ്ഞത്. അയ്യോ, ഇത് പ്രായമായ പെണ്ണ് ഒറ്റയ്ക്കാണോ പോകുന്നത്? അല്ല, കൂടെ മറ്റു പെമ്പിള്ളാര് പോകുന്നില്ലയോ? സർവ്വവര് നമ്മുടെ ഗോപിക്ക് മറ്റൊരു ഭാര്യയും കുഞ്ഞുമുണ്ടെന്ന് കൂട്ടുകാരികൾ അവളെ തെറ്റിദ്ധരിപ്പിച്ചു. അവിടെ വെച്ച് ചന്ദ്രസേനൻ അവളെ മദ്യപിപ്പിച്ചു. അയാൾ അവളെ പ്രലോഭനങ്ങൾ കൊണ്ട് മൂടി. കൂട്ടുകാരികൾ വിട പറഞ്ഞു. ചന്ദ്രസേനനും സരസമ്മയും തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് കറങ്ങി. ഏറ്റെന്നാ തോന്നുന്നത്. ഗോപി അതിനിടെ അവരെ കണ്ടുമുട്ടി. അത് പത്രവാർത്തയായി മാറി. ഇതിനിടെ ചന്ദ്രസേനൻ സരസമ്മയുടെ അനുജത്തിയെയും വലയിലാക്കി. ഗോപി അവിടെയെത്തി. അയാളുമായി ചന്ദ്രസേനൻ ഏറ്റുമുട്ടി. ഒടുവിൽ ചന്ദ്രസേനൻ കൊല്ലപ്പെട്ടു. സരസമ്മ അയാളുടെ കരവലയത്തിലമർന്നു. നാടൻ പ്രേമത്തിന്റെ കഥയാണ്
ഈ ചലച്ചിത്രം.